ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള മാളിയേക്കലിന് പൗരസ്വീകരണം ഒരുക്കുന്നു. ജൂൺ 1 ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടക്കുന്ന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. അതേപോലെ വേൾഡ് വൈഡിൽ കൈറ്റിന് ഒരു ഫെഡറേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ. ആ ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷന് 193 രാജ്യങ്ങളാണ് അതിൽ മെമ്പർമാർ. അതിൽ നമ്മുടെ കോഴിക്കോടുകാരൻ, കുറ്റിച്ചാറക്കാരൻ, ഇവിടുത്തെ എല്ലാവർക്കും പരിചയമുള്ള അബ്ദുള്ള മാലയക്കലിനെ ഈ ഫെഡറേഷനിലേക്ക് എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കണം. വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അഭിമാനിക്കണം. ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവിലേക്ക് രാജ്യത്ത് നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യക്കാരനാണ് അബ്ദുള്ള മാളിയേക്കൽ. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശിയായ ഇദ്ദേഹം രാജ്യത്തെ മുൻനിര കൈറ്റ് ക്ലബായ വൺ ഇന്ത്യ കൈറ്റിന്റെ സ്ഥാപകനും CEO-യുമാണ്. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് അദ്ദേഹത്തിന് പൗരസ്വീകരണം സംഘടിപ്പിക്കുന്നത്. ജൂൺ 1 നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. പ്രശസ്ത ഗസൽ ഗായകരായ റാസയും ജഹാനും ചേർന്ന് അവതരിപ്പിക്കുന്ന റൂഹ് എന്ന ഗസൽ രാവും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ K കുഞ്ഞാലി, കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രഷറർ R ജയന്ത്കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്കത്തിൻ കവിളന്നു തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ, തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കക്കോടി ബീവറേജസ് സെൽഫ് സർവീസ് ഔട്ട്ലെറ്റിൽ മോഷണം പതിവാക്കിയ കുപ്പിക്കള്ളന്മാർ പിടിയിൽ. 4 ദിവസങ്ങളിലായി